നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇശ്രം കാർഡ് സ്വന്തം മൊബൈലിൽ സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇശ്രം കാർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇശ്രം കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മൊബൈലിൽ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും, അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇശ്രം കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ register.isram.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഇശ്രാം എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റ് കാണിക്കുന്നുണ്ടാകും. രജിസ്റ്റർ ഓൺ ഇശ്രാം എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇശ്രാം പോർട്ടലിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സെൽഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ടാകും. നേരെ സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ നിങ്ങൾക്കൊരു ക്യാപ്ച കോഡ് കാണിക്കുന്നുണ്ടാകും. ആ ക്യാപ്ച കോഡ് തെറ്റാതെ അടുത്ത കോളത്തിൽ അടിച്ചു കൊടുക്കുക. ക്യാപ്ച കോഡ് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ EPFOയിൽ അംഗങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നോ കൊടുക്കുക. അതേപോലെ തന്നെ ESI ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും നോ കൊടുക്കുക. ഈ രണ്ട് എണ്ണത്തിലും നിങ്ങൾ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇശ്രം കാർഡ് എടുക്കാൻ സാധിക്കുന്നതല്ല. അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇശ്രം കാർഡ് എന്ന് പറയുന്ന പദ്ധതി ഉള്ളത്. സെൻഡ് OTP എന്നുള്ള ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള 6 അക്കങ്ങളുള്ള ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണിക്കുന്നുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ടാകും. ആ ആധാർ നമ്പർ തെറ്റാതെ ആ കോളങ്ങളിൽ അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നേരെ താഴെ 3 ഓപ്ഷനുകളാണ് കാണിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ്, ഐറിസ്, OTP. അതിൽ മൂന്നാമത്തെ OTP എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ കാണിക്കുന്ന ക്യാപ്ച ഒന്നും കൂടെ അവിടെ അടിച്ചു കൊടുക്കണം. ഈ ക്യാപ്ച അടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ഇശ്രം പോർട്ടൽ എന്നുള്ളത് അവിടെ ഒരു ടിക്ക് ചെയ്യാനുണ്ട്. അത് നിർബന്ധമായും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ടിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നേരെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു OTP കൂടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരും. അത് ഇവിടെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം വാലിഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ രജിസ്ട്രേഷൻ ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്ഷനുകളാണ്. ആദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ പർട്ടിക്കുലർ ആസ് പെർ ആധാർ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് പേഴ്സണൽ ഇൻഫോർമേഷൻ. മൂന്നാമത്തത് അഡ്രസ്സ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ യുവർ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ആസ് പെർ ആധാർ എന്നുള്ളത് ആണ് സെലക്ട് ആയിട്ടുള്ളത്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ടു എൻ്റർ അതർ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത സമയത്ത് രജിസ്ട്രേഷൻ ഫോമിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതില്ലാത്തത് നിർബന്ധമില്ല, വേണമെങ്കിൽ പൂരിപ്പിച്ചാൽ മതിയാകും. ഇവിടെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നതാണ്. ഇനി ഒരു എമർജൻസി മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് മറ്റൊരു നമ്പർ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതിയാകും. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്.
ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മാരേജ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, അത് നിർബന്ധമായും കൊടുക്കണം. അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മദേഴ്സ് നെയിം ചോദിക്കുന്നുണ്ട്, മദേഴ്സ് നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക. മദേഴ്സ് നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ ഫാദർ നെയിം ഓർ ഹസ്ബൻഡ് നെയിം ഉണ്ട്, അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഹസ്ബൻഡ് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ താഴെ നമുക്ക് ആ പേര് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്, അത് അടിച്ചു കൊടുക്കുക. ഹസ്ബൻഡ് നെയിം കഴിഞ്ഞാൽ താഴെ സോഷ്യൽ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, അത് സെലക്ഷൻ ബട്ടണാണ്, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഏതാണ് നിങ്ങളുടെ കാസ്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, സോഷ്യൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് നിർബന്ധമില്ല. താഴെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്, അതും നിർബന്ധമില്ലാത്തതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്താൽ മതിയാകും. ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് ചോദിക്കുന്നുണ്ട്, അത് നോ കൊടുക്കുക. നോമിനി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, നോമിനി ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്, അത് മാൻഡേറ്ററി അല്ല. ഇപ്പം നമ്മൾ നോമിനിയുടെ ഫുള്ള് ഡീറ്റെയിലും ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പേഴ്സണൽ ഇൻഫോർമേഷൻ ആയിരുന്നു സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക, റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ സെലക്ഷൻ ബട്ടണാണ്, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. കേരള എന്നുള്ളത് കൊടുത്തു. ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. സ്റ്റേറ്റ് സ്പെസിഫിക് ഐ ഡി ആണ്, അത് നിർബന്ധമില്ല. അവിടെ ഒരു ഐ ബട്ടൺ കാണിക്കുന്നുണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഐ ഡി കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ മതിയാകും, അത് നിർബന്ധമില്ല. അതിനുശേഷം ഇവിടെ കറണ്ട് അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്. അർബൻ ആണോ റൂറൽ ആണോ എന്നാണ് ചോദിക്കുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് ലൈന് ചോദിക്കുന്നുണ്ട്, 1, 2 എന്ന് പറഞ്ഞ് 2 ലൈനായിട്ട് നമുക്ക് അഡ്രസ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുണ്ട്. കേരള എന്നുള്ളത് കൊടുത്തു. ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. സബ് ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് ചോദിക്കുന്നുണ്ട്, അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതാണ് വില്ലേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ചോദിക്കുന്നുണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രോൾ ചെയ്യുക. സ്റ്റേയിങ് അറ്റ് കറണ്ട് ലൊക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അത് ഇയർ ആണ് സെലക്ട് ചെയ്യാനുള്ളത്. എത്ര വർഷമായി എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പെർമനൻ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അത് മുകളിൽ കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പെർമനൻ്റ് അഡ്രസ്സിലും നമ്മൾ ഡീറ്റെയിൽസ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നേരെ സ്ക്രോൾ ചെയ്ത് താഴെ കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അഡ്രസ്സിൻ്റെ ഭാഗം ഫില്ല് ആയി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി സെലക്ഷൻ വന്നിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളിടത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഞാനിപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയാകും. മന്ത്ലി ഇൻകം സ്ലാബ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റേഷൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങളുടെ വരുമാനം എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഏതാണ് എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, അത് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഏറ്റവും അവസാനം കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അടിച്ചു കൊടുത്തു. അതിനുശേഷം താഴെ ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ് ആണ് ചോദിക്കുന്നത്. അത് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു നോട്ട് കാണിക്കുന്നുണ്ട്. അതായത് NCO കോഡ്സ് മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ടു വ്യൂ PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ വിത്ത് PDF എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ PDF ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ കോഡുകളും അതേപോലെ തന്നെ അതിൻ്റെ സീരിയൽ നമ്പറും എന്താണ് എന്നുള്ളതുമാണ്, ജോബിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് നിങ്ങൾ ചെയ്യുന്ന ജോബ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഏതെങ്കിലും യൂബറോ ഓല സൊമാറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നോ കൊടുത്തു. പ്രൈമറി ഒക്യുപ്പേഷൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓട്ടോ സെർച്ച് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഏത് മേഖലയാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതാണ് ഇവിടെ അടിച്ചു നോക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ പണിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നേരെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇൻ ഇയേഴ്സിലാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. എത്ര വർഷമായി നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. സെക്കൻഡറി ഒക്യുപ്പേഷൻ ഉണ്ട്, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതിയാകും. നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള ജോലി എവിടുന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് ഈ സ്കില്ല് സായിത്തമാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഓപ്ഷനുകളുണ്ട്, ഏതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിന് സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്, നിർബന്ധമില്ല. ഇൻട്രസ്റ്റഡ് ഇൻ സ്കിൽസ് അപ്ഗ്രേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ് ഇൻഡിക്കേഷൻ ഉള്ളത് മാത്രമാണ് നിർബന്ധമുള്ളത്. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അടുത്തതായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് അടിച്ചു കൊടുക്കാനുള്ളത്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളിടത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ടാകും. ഒരു പ്രാവശ്യം നമ്മൾ ബാങ്ക് അക്കൗണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേ അക്കൗണ്ട് നമ്പർ തന്നെ താഴെയും അടിച്ചു കൊടുക്കുക. ഇപ്പോൾ രണ്ടിലും അക്കൗണ്ട് നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഹോൾഡർ നെയിം ചോദിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത് അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരും അടിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെ IFSC കോഡ് ചോദിക്കുന്നുണ്ടാകും. അത് ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. നേരെ താഴെ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ് ഇവിടെ അടിച്ചു കൊടുത്ത് സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും താഴെ വരുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. ഇത്രയും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. പ്രിവ്യൂ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ആധാറിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ജസ്റ്റ് അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും
മാറ്റങ്ങൾ വരുത്താനുണ്ടോ, തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡിക്ലറേഷൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുണ്ട്, അത് ടിക്ക് ചെയ്യുക. അവസാനം ഒരു ഓപ്ഷനും കൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ജോലി നോക്കുന്ന ആളാണോ, അതേപോലെ തന്നെ NCSൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് വേണമെങ്കിൽ യെസ് കൊടുക്കാം, നോ വേണമെങ്കിൽ നോ കൊടുക്കാം. ഞാൻ യെസ് കൊടുത്തു. നേരെ താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്താൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് എന്നുള്ളത് അമർത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തെറ്റൊന്നും വന്നിട്ടില്ല. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരും. താങ്ക് യു ഫോർ രജിസ്റ്ററിങ് എസ് അൺഓർഗനൈസ്ഡ് വർക്കർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ UAN നമ്പർ, അതായത് ഇ-ശ്രം കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗൺലോഡ് UAN കാർഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇ-ശ്രം ഫാമിലിയിൽ നമ്മൾ എത്തി എന്നാണ് പറയുന്നത്. ഡൗൺലോഡ് UAN കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഫോണിൻ്റെ PDF വ്യൂവറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇ-ശ്രം കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, UAN കാർഡ്, ഇ-ശ്രം കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.